വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇത് പതിവാക്കിയാൽ വ്യായാമം വേണ്ട, കുടവയറെല്ലാം ആലില വയറാകും. ഇന്ന് എല്ലാവർക്കും കുടവയർ ഒരു പ്രധാന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രസവശേഷം സ്ത്രീകളിലും 30 വയസ്സിന് ശേഷം പുരുഷന്മാരിലും കുടവയർ കണ്ടുവരുന്നുണ്ട്. അമിതമായിട്ടുള്ള സ്ട്രെസ്, കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, പ്രോസസ്സിംഗ് കഴിഞ്ഞ ആഹാരങ്ങൾ കഴിക്കുന്നത് എന്നിവയെല്ലാം അമിതവണ്ണത്തിലേക്കും കുടവയർ വരുന്നതിലേക്കും കാരണമാകുന്നു. ഒരിക്കൽ കുടവയർ വന്നാൽ വളരെ പെട്ടെന്ന് കുറച്ചെടുക്കുക അസാധ്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും കഴിക്കുകയും ചെയ്താൽ ഇതേ കുടവയർ ആലില വയറാക്കി എടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഒരു കാര്യം ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ചിലത് ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കപ്പെടേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വയറും വണ്ണവും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ച് ഒരു നല്ല ബോധ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. വയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധുരം ഒഴിവാക്കുക. മധുര പാനീയങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കാം. അമിതമായി പ്രോസസ്സിംഗ് കഴിഞ്ഞ ആഹാരങ്ങൾ ഒഴിവാക്കാം. ബിസ്ക്കറ്റ്, കേക്ക് മുതലായവ. ആഹാരം കഴിച്ച ഉടനെ വെള്ളം കുടിക്കാതിരിക്കാം. എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കാം. ആഹാരത്തിൽ എണ്ണമയം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. രാവിലെ വെറും വയറ്റിൽ പഴം കഴിക്കുന്നത് ഒഴിവാക്കാം. രാത്രി 8 മണിക്ക് ശേഷം പഴങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ എന്നിവ കഴിക്കാതിരിക്കാം. രാവിലെ ചെയ്യേണ്ടത്: രാവിലെ എഴുന്നേറ്റ ഉടനെ മധുരം ചേർക്കാത്ത 1 കപ്പ് കാപ്പി തയ്യാറാക്കുക. അതിലേക്ക് ബട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കുടിക്കുക. ഇത്തരത്തിൽ പതിവായി കുടിക്കുന്നത് ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കും. ഇത് വയർ കുറയ്ക്കാനും സഹായകരമാകുന്നു. രാവിലെ വെറും വയറ്റിൽ കറുവപ്പട്ട, നാരങ്ങാനീര്, ഏലക്കായ എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും അമിതവണ്ണം കുറച്ച് വയർ കുറയ്ക്കാനും സഹായിക്കും. ആഹാരം കഴിക്കേണ്ട രീതി: രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുതിർത്തു വെച്ച ബദാം, ഈന്തപ്പഴം എന്നിവ 3-4 എണ്ണം കഴിക്കുന്നത് ശരീരത്തിലേക്കുള്ള പോഷകങ്ങൾ എത്താൻ സഹായിക്കുന്നു. വയർ വേഗത്തിൽ നിറയാനും അമിതമായി കഴിക്കാതിരിക്കാനും ഇത് സഹായിക്കും. ഇതുവഴി വയർ കുറയ്ക്കാൻ സാധിക്കും. നട്ട്സ് കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രാതൽ കഴിക്കാവുന്നതാണ്. വളരെ ചെറിയ പാത്രത്തിൽ ഭക്ഷണം എടുക്കുന്നതാണ് നല്ലത്. ഇത് വയർ വേഗത്തിൽ നിറയാൻ സഹായിക്കും. അമിതമായി കഴിക്കുന്നത് തടയാനും സഹായിക്കും. പ്രാതൽ കഴിച്ചു കഴിഞ്ഞ് 4 മണിക്കൂർ കഴിയുമ്പോൾ പഴങ്ങൾ അല്ലെങ്കിൽ മുളപ്പിച്ച പയർ, അതുമല്ലെങ്കിൽ നട്ട്സ് എന്നിവ മിതമായ രീതിയിൽ കഴിക്കുക. ഇത് ഉച്ചയ്ക്ക് അമിതമായി കഴിക്കാതിരിക്കാൻ സഹായിക്കും. ഉച്ചയ്ക്ക് ആഹാരം എടുക്കുമ്പോൾ ഒരു ചെറിയ ബൗൾ ചോറ്, അതുപോലെ മറ്റൊരു ചെറിയ ബൗൾ സാലഡ്, മറ്റൊരു ബൗളിൽ പ്രോട്ടീൻ അടങ്ങിയ ഏതെങ്കിലും ഭക്ഷണം എന്നിങ്ങനെ എടുത്ത് കഴിക്കാം. ഇത് ശരീരത്തിലേക്ക് കൊഴുപ്പ് അമിതമായി എത്തുന്നത് തടയും. മിതമായ ആഹാരം കഴിക്കാൻ സഹായിക്കും. പ്രോട്ടീനും ഫൈബറും ശരീരത്തിൽ എത്തുന്നതിനാൽ വിശപ്പ് കുറയും. പേശികളുടെ ആരോഗ്യം നിലനിർത്താനും ഇതിലൂടെ വയർ കുറയ്ക്കാനും സഹായിക്കും. വൈകിട്ട് ഒരു ചെറിയ കഷ്ണം പഴം പുഴുങ്ങിയത്, അതുമല്ലെങ്കിൽ ഹെൽത്തിയായി നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കാം. ഇത് വിശപ്പ് കുറയ്ക്കും. രാത്രി ആഹാരം 7 മണിക്ക് മുമ്പായി കഴിക്കാൻ ശ്രദ്ധിക്കുക. രാത്രിയിൽ സാലഡ്, അതുമല്ലെങ്കിൽ പപ്പായ, അതുമല്ലെങ്കിൽ സൂപ്പ് എന്നിവ നിങ്ങൾക്ക് കഴിക്കാം. രാത്രിയിൽ കഴിക്കുമ്പോൾ വളരെ ലൈറ്റായി കഴിക്കുന്നതാണ് നല്ലത്. നല്ല ഉറക്കം ലഭിക്കാനും ദഹനം കൃത്യമായി നടക്കാനും ഇത് സഹായിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ: ദഹനം കൃത്യമായി നടക്കുന്ന രീതിയിലുള്ള ആഹാരം കഴിക്കുക. നന്നായി വെള്ളം കുടിക്കുക. പ്രോട്ടീൻ, ഫൈബർ എന്നിവ ആഹാരത്തിൽ നന്നായി ഉൾപ്പെടുത്തണം. ചോറ് പൂർണ്ണമായും ഒഴിവാക്കരുത്. ശരീരം പ്രവർത്തിക്കാൻ എനർജി വേണം. ഇത് ചോറിൽ നിന്ന് ലഭിക്കും. ചെറിയ രീതിയിൽ നടക്കാം. ഓഫീസിൽ പോകുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കാതെ പടികൾ കയറാം. ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുക. ഡോക്ടറുടെ അഭിപ്രായം തേടുക. രാവിലെ ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിക്കുന്നവർ അമിതമായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായ ചർമ്മ പ്രശ്നങ്ങൾ വരും, അസിഡിറ്റി ഉണ്ടാകും. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.